വെട്ടുതുണിയിലൊരു മാജിക് തീർത്താലോ? ഇതാ 2 ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസ് തുണിയാണ് വെട്ടിയെടുക്കുന്നത്. ഇത് മടക്കിയിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ഈ 2 പീസ് ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ വെച്ചാണ് യോജിപ്പിക്കേണ്ടത്. ഒരടിപ്പ് ഇങ്ങനെ അടിച്ച് ഒന്നുകൂടെ ഇതിന് പുറത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഇതുപോലെ മടക്കി വെച്ച് പിന്നെ സൈഡ് വഴി അടിച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഇപ്പോൾ നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം. ഇനി ഇത് വക്രമാണ്. ചെറിയ ചുരിദാറിനൊക്കെ കഴുത്ത് വീട്ടിനകത്ത് വയ്ക്കുന്ന ചെറിയ വക്രം. ആ വക്രം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രില്ലിട്ട് കൊടുക്കും. ഇതുപോലെയാണ് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. ഇത് ഏത് തുണിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ബെൽറ്റ് നിൽക്കുന്ന തുണിയാണ് ഒരു സ്വല്പം നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ആ തുണി മുഴുവൻ നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്, നല്ല ഫ്രില്ല്. ഇനി ഇതിലേക്ക് വെച്ച് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ കറക്കി വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഒരു ലെയർ അടിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ അടിച്ച് നിർത്തി അത് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഈ പീസ് മുറിച്ച് കളയാം. അതിനുശേഷം ഒരു സൂചി എടുത്ത് അതേ നൂല് കോർത്ത് ഇതുപോലെ അതിന് അറ്റത്ത് നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഉണ്ടോ, ആ പീസെല്ലാം അതിൻ്റെ അകത്ത് ഒട്ട് പോകുന്ന രീതിയിൽ വെക്കണം. വെച്ചിട്ട് അതൊന്നുകൂടെ നമുക്ക് ഉറപ്പിച്ചെടുക്കാം. ഉറപ്പിക്കുമ്പോൾ നമുക്കൊരു മുത്ത് അതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ മുത്തിട്ട് കൊടുത്തേച്ച് തിരിച്ച് അത് കുത്തി താഴേക്ക് ഇറക്കി ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഉടുപ്പൽ വയ്ക്കാനൊക്കെയുള്ള ഒരു അടിപ്പൻ പൂവായത്. ഇത് വെട്ടി തുണിയിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ, നല്ലൊരു ഫ്ലവറല്ലേ നോക്കി. ഉണ്ടോ, സൂപ്പർ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എന്നാ ഭംഗിയാണെന്ന് നോക്ക് കാണാൻ. ഓരോ തുണിയുടെ വ്യത്യാസം അനുസരിച്ച് ഇതുണ്ടോ, നെറ്റേ ചെയ്ത് ഒരെണ്ണം ഇതിൻ്റെ നടുക്ക് മുത്ത് വെച്ചിട്ടില്ല. നെറ്റേ ചെയ്തതൊക്കെ ഒത്തിരി ഭംഗിയുണ്ട് കാണാനായിട്ട്.